പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L6270 എന്ന പ്രിന്ററിന്റെ സ്കാനർ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം എപ്സൺ L6270 സ്കാനർ ഡ്രൈവർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇപ്പോൾ കുറേ വെബ്സൈറ്റുകളുടെ ലിസ്റ്റ് കാണിക്കും. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും epson.co.in എന്ന എപ്സൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായും പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ സ്കാനർ ഡ്രൈവർ വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യില്ല എന്നുള്ളത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ല, ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത്. ഒട്ടുമിക്ക പുതിയ കമ്പ്യൂട്ടറിലും ഓട്ടോമാറ്റിക്കായിട്ട് ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റ് ചെയ്തത് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ താഴെ കാണുന്ന ഡ്രൈവേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത് കാണുന്ന പ്രിൻ്റർ ഡ്രൈവർ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സ്കാനർ ഡ്രൈവറിൻ്റെ മുകളിൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നെക്സ്റ്റ് പേജിലേക്ക് പോകും. അവിടെ ഈ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഇൻസ്റ്റാളിങ് നടക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം സമയം പിടിക്കുന്നതാണ് ഡൗൺലോഡിങ്ങിന്. ഏകദേശം ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ ഈ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അടുത്തതായിട്ട് ഇവിടെ അക്സെപ്റ്റ് എന്നുള്ള അവിടെ ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റാളിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫിനിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് എപ്സൺ സ്കാൻ 2 എന്ന എപ്സൻ്റെ പുതിയ സ്കാനിങ് ടൂളാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ വിൻഡോ കീ പ്രസ് ചെയ്താൽ ഇവിടെ എപ്സൻ്റെ ഫോൾഡറിലുണ്ടാവും എപ്സൺ സ്കാൻ 2 എന്നുള്ളത്. ജസ്റ്റ് ആ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് ജസ്റ്റ് പ്രിവ്യൂ ഒന്ന് കൊടുത്തു നോക്കാം വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ളത്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അതായത് ഇതേപോലെ എന്തെങ്കിലും ഇഷ്യൂസ് കാണിക്കുകയാണെങ്കിൽ സിസ്റ്റം ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. യെസ്, ഇൻസ്റ്റാളേഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ഇമേജ് ടൈപ്പിൻ്റെ അവിടെ ഓട്ടോ എന്നുള്ളത് സെലക്ട് ചെയ്യണം. സാധാരണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നായിരിക്കും ഉണ്ടാവുക. അത് മാറ്റി ഓട്ടോ എന്ന് സെലക്ട് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ സാമ്പിളിന് വേണ്ടി താഴെ കാണുന്ന പ്രിവ്യൂ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി സ്കാനിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്കിവിടെ അതിൻ്റെ ഡോക്യുമെൻ്റ് വെച്ച പ്രിവ്യൂ ഇവിടെ കാണാൻ സാധിക്കും. യെസ്, ഇതാണ് ഈ ഡോക്യുമെൻ്റാണ് ഞാനവിടെ സ്കാനർ ഗ്ലാസ്സിൽ വെച്ചത്. അത് നമുക്കിവിടെ പ്രിവ്യൂ ആയിട്ട് കാണുന്നുണ്ട്. ഇനി സ്കാൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ സേവ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. സ്കാനിങ്ങിനെ കുറിച്ചുള്ള ഫുൾ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ.
താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.